2 തക്കാളി, ഒരു ഉള്ളി, 2 പച്ചമുളക്, വെള്ളുള്ളി, ഗാന്ധാരി മുളക്, ഇഞ്ചി ഇത്ര വെച്ചിട്ടുണ്ട്. പിന്നെ അരി ഇട വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ എടുത്ത്, വലിയൊരു കുക്കർ എടുത്ത്, ചെറിയ കുക്കറിലവിടെ ഓൾറെഡി എന്തോ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനെല്ലാം കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കത്തിയെടുത്ത് ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. ഓക്കെ, കുക്കർ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അപ്പോൾ ഇനി നല്ല ഇതെന്നറിയോ, നോക്കട്ടെ എങ്ങനെയാണെന്ന്. അപ്പോൾ പട്ട, ലവങ്ക, ഇങ്ങനത്തെ ഐറ്റം ഇതാ, ഈ ഐറ്റമെല്ലാം ഇട്ട്. ഇത് എത്ര ഇടണമെന്നൊന്നും അറിയില്ല. ഇട്ട് ഇനി ഇത് കുറച്ചും പച്ചമുളക്, നീരുള്ളി, കാന്താരി, പിന്നെ ടൊമാറ്റോ ഇതരിച്ച് ഇത് ഇങ്ങോട്ട് വഴറ്റിയെടുത്ത്. അപ്പോൾ ഇതിലേക്ക് അത് ഇടാൻ പോകും. ഈ സാധനം അങ്ങോട്ടേക്ക് തട്ടും. ഇത് കുറച്ച് വാടിയ ശേഷം പിന്നെ ചിക്കൻ ഇടും. പിന്നെ അല്ല, ചിക്കനായിട്ട് മുമ്പ് മസാല ഇടും, എല്ലാ വക മസാല. അപ്പോൾ കാണുന്നുണ്ടല്ലേ, അത് ഇട്ട് ചിക്കനെല്ലാം ഇട്ട്, ചിക്കനിട്ട് മസാലപ്പൊടി, ചിക്കന്, ഇനി തണ്ണി, അരി ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. റിസാനും ഉറങ്ങീന്. ഓക്കെ, നോക്കാം നമ്മളെ ബിരിയാണി എന്താന്ന്. ചിക്കൻ അടയിനും ബാക്കിയുണ്ട്, കുറച്ച് ബെടുക്കായെങ്കിലും നല്ലതെങ്കിലും കുറച്ചാക്കിയ. കുക്കറിൻ്റെ ഇതിട്ട് മൂടിട്ട് ക്യാപ്പിട്ട് ഇനി വിസിൽ. എത്ര വിസിൽ രാംശേ? 1 വിസിൽ. അപ്പോൾ 2 ഗ്ലാസ് അരി, 4 ഗ്ലാസ് വെള്ളം. ഓക്കെ, അപ്പോൾ 1 വിസിൽ വന്നെങ്കിൽ നമ്മൾ ബിരിയാണി റെഡി. ഇനി ഇറച്ചി ഇനിയും ബാക്കിയുണ്ട്, പിന്നെ കബാബ അങ്ങനെയൊന്നും കാക്കാം. ഓക്കെ, ഇൻഷാല്ലാ നോക്കാം ബിരിയാണി തിന്നും. അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണെന്ന്. റിസാഡ് ഞാൻ ചെറുന്നേയുള്ള റിസ കേക്കെല്ലാം എടുത്തുകൊണ്ട് വന്നിനി, മർക്കസിലേക്ക് പോയത്. ജ്യൂസ് എടുത്തോണ്ട് അതിനാ, ജ്യൂസ് എടുത്തോണ്ട് അതിന് തിന്നണ്ട. പപ്പാക്കിയ ബിരിയാണി ഉണ്ട്, എങ്ങനെയുണ്ട് നോക്കാം. ഇതേത് ഇപ്പം എടുത്ത് വന്നത്. പിന്നെ അച്ചാറ് നല്ലില്ല അത്. ഞാൻ മറ്റേ ലെമൻ്റെ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ 25 പൈസക്ക് കിട്ടിക്കൊണ്ടായി. ഭയങ്കര ടേസ്റ്റ് ഇത്. പിന്നെ ഇത് മിക്സഡ്. ഇല്ല, ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടില്ല. സ്കൂളിലൊക്കെ പോയിട്ടില്ലാന്ന് ഞാൻ. നിങ്ങൾക്ക് തന്നെ അല്ല. ഓക്കെ, അപ്പോൾ ബൈ. ബിരിയാണി ആയിട്ടായിട്ട് കാണാം. കുക്കറിൻ്റെ മൂട് എടുത്ത് ഗൈസ്, ബാ ഇങ്ങോട്ട്. ഇത് കയ്യിലിടുന്നേ. കല്ലോ കബ വേണ്ടടി. ബിരിയാണി റെഡി. അപ്പോൾ ഞാനാക്കിയ ബിരിയാണി സക്സസ് റെഡി. ഓക്കെ, ചെറുങ്ങനെ എന്തോ ഒരു അംശം കൂടിന് ഒന്നിച്ചിട്ട് ആയെങ്കിലും ഇതാ അടിപൊളി ബിരിയാണി. നല്ല സ്പൂണിൽ കയ്യിൽ മാത്രം ചിക്കന് കുറച്ചോ ഇട്ടേ.
ചിക്കന് കുറച്ച് വിട്ടണേ, എന്നാലും ചിക്കന് ഇപ്പം എന്തിനാ നോക്കാം. ഉപ്പ് കുറവ് മാത്രം, ഉപ്പ് കുറച്ച് കുറവുണ്ടാണ്. ഓക്കെ കേട്ടെ ഗൈസ്, ഇതാ ബിരിയാണി എടുത്ത്, ഇത് ഞാനും എടുത്ത്. റീസ ഒന്ന് തിന്ന്, ഒക്കെ തിന്ന്. എങ്ങനെ സൂപ്പർ. അപ്പോൾ ഞാനും തിന്നാം. ഇങ്ങനത്തെ ബിരിയാണി ഹോട്ടലിൽ പോലും കിട്ടാല, അടിപൊളി.